പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. അനുഗ്രഹിക്കപ്പെടുന്നവരെ, ഇന്ന് നോമ്പിലെ 4-ാമത്തെ ഞായറാഴ്ച നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം കാനാൻകാരിയുടെ വിശ്വാസത്തെ പറ്റിയാണ്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെ. കാനാൻകാരി കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിട്ടും കർത്താവ് ഒരു വാക്കുപോലും ഉത്തരം പറയാതെ നിൽക്കുന്നത് ചുറ്റുമുള്ളവരെ അതിശയിപ്പിക്കുന്ന വചനഭാഗമാണ്. നമ്മൾ മാരാമൺ കൺവെൻഷനിലെ ഒരു ഗാനം ഇങ്ങനെ കേൾക്കും. കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ പ്രതിഫലം ലഭിച്ചിടും നിശ്ചയമാ, അനുതാപമോടെ യാചിച്ചാൽ നന്മകളനുദിനം നിശ്ചയമാ. അതായത് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചാൽ പ്രതിഫലം നൽകുന്ന ഒരു ദൈവം ആണ് കർത്താവായ യേശു ക്രിസ്തു. സങ്കീർത്തനങ്ങൾ 56:8 വാക്യം നമ്മളിങ്ങനെ വായിക്കും. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. കണ്ണുനീരിനെ ദൈവസന്നിധിയിൽ വിലമതിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഒരു വാക്ക് പോലും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ചുറ്റുമുള്ളവരെ അതിശയിക്കുന്ന വചനഭാഗം. കണ്ണുനീരിനേക്കാൾ വിശ്വാസത്തിന് ദൈവത്തെ നമ്മളുടെ ഭവനങ്ങളിലേക്ക് വിളിച്ചിറക്കുവാൻ സാധിക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണിത്. പഴയ നിയമത്തിൽ വിശ്വാസത്തിൻ്റെ ബലം കൊണ്ട് അഗ്നിജ്വാലയുടെ നടുവിലേക്ക് ജലഗണങ്ങളായി ദൈവത്തെ വിളിച്ചിറക്കിയ 3 ബാലന്മാരെ പറ്റി നമ്മൾ വായിക്കും. ശദ്രാക്, മേശാക്, അബേദ്നെഗോ. അവർ പറയുന്ന 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഇനിയും ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക, അവിടുന്ന് ഞങ്ങളെ നിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചില്ലെങ്കിൽ പോലും നിൻ്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണബിംബത്തെയോ ആരാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിശ്വാസത്തിൻ്റെ ബലമാണ് ദൈവത്തെ തീക്കുണ്ടത്തിലേക്ക്, അഗ്നിനാവുകളുടെ ഇടയിലേക്ക് വിളിച്ചിറക്കിയത് എന്ന് നാം തിരിച്ചറിയുക. വിശ്വാസത്തിന് കണ്ണുനീരിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ നമ്മളുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്ന് പഠിപ്പിക്കുന്ന വചനഭാഗമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇപ്രകാരമാണ് വായിച്ചു കേട്ടത്: അവരുടെ വിശ്വാസം കണ്ട് കർത്താവ് തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എഴുന്നേറ്റ് കിടക്കേണ്ടത് നിന്റെ ഭവനത്തിലേക്ക് പോവുക. അനുഗ്രഹിക്കപ്പെടുന്നവരെ, ഈ ആഴ്ചയിലെ ചോദ്യം ഇതാണ്: നിനക്ക് ഈ അനുഗ്രഹം നൽകി തരുന്നത് കൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം? ദൈവം നമ്മൾക്ക് ഈ ഒരു അനുഗ്രഹം നൽകി തരുന്നത് കൊണ്ട് ദൈവരാജ്യത്തിന് എന്താണ് പ്രയോജനം? കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് പറയുന്നത് അവളെ കളിയാക്കിയതല്ല, മറിച്ച് മക്കളുടെ അപ്പം എടുത്ത് നിനക്ക് തരുന്നത് കൊണ്ട് എൻ്റെ ദൈവരാജ്യത്തിന്, എൻ്റെ സുവിശേഷത്തിന് എന്താണ് പ്രയോജനം? നമ്മളെല്ലാം പല കാര്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ്. ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, മക്കൾക്ക് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, സാമ്പത്തിക കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കും, രോഗം മാറാൻ പ്രാർത്ഥിക്കും. കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: നിനക്കിത് ചെയ്തു തരുന്നത് കൊണ്ട് എൻ്റെ ദൈവരാജ്യത്തിന് എന്താണ് പ്രയോജനം? അതാണ് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നില്ലേ: ഞാൻ വിശക്കുന്നവനായിരുന്നു, രോഗിയായിരുന്നു, നഗ്നനായിരുന്നു, കാരാഗ്രഹത്തിലായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ഭവനം നിർമ്മിക്കുമ്പോൾ ആ ഭവനം കൊണ്ട് എത്ര പേർക്ക് അഭയമായി തീർന്നു? 5 അക്കമുള്ള സാലറി നമ്മൾ വാങ്ങിക്കുമ്പോൾ ആ സാലറി കൊണ്ട് എത്ര പേർക്ക് അഭയമായി തീർന്നു എന്നുള്ളതാണ്. ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ എത്ര പേർക്ക് അത് പ്രയോജനമായി തീർന്നു എന്നുള്ളതാണ്. ദൈവസന്നിധിയിലെ ചോദ്യം ഇതാണ്: എനിക്ക് ഈ ഒരു അനുഗ്രഹം നൽകി തരുന്നത് കൊണ്ട് കർത്താവിന് എന്താണ് പ്രയോജനം? കർത്താവ് ചോദിക്കുന്നുണ്ട്. ബാക്കി നന്ദി പറയാനായിട്ട് ഒരാൾ കടന്നു വരുമ്പോൾ കർത്താവ് പറഞ്ഞു, ബാക്കിയുള്ളവരെവിടെ? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും: എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന അതേ പ്രവൃത്തികൾ ചെയ്യും. കർത്താവിൻ്റെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോഴാണ് ഓരോ അനുഗ്രഹം നമുക്ക് തരുന്നത് കൊണ്ട് കർത്താവിൻ്റെ ദൈവരാജ്യത്തിന് ഒരു അർത്ഥം ഉണ്ടാകുക. അതുപോലെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കും: നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ലെന്ന് പത്രോസിനോട് പറയുന്നുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് മേൽ നരക കവാടങ്ങൾ പ്രബലപ്പെടുകയില്ല. എങ്ങനെയുള്ളവരുടെ ജീവിതങ്ങളിലാണ് നരക കവാടങ്ങൾ പ്രബലപ്പെടാത്തതും എങ്ങനെയുള്ളവരുടെ ജീവിതത്തിലാണ് അഭിചാരവും ക്ഷുദ്രപ്രയോഗവും ഒന്നും ഏൽക്കാത്തതും എങ്ങനെയുള്ളൊരു ജീവിതങ്ങളാണ് ഐശ്വര്യം പ്രാപിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവരാജ്യത്തിന് പ്രയോജനമുള്ള മക്കളെ കൊണ്ടാണ്
പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ അനുഗ്രഹം അവരുടെ കുടുംബങ്ങളിലാണ് ഉണ്ടാകുക. പ്രത്യേകിച്ച് ഈ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഭക്ഷണം പാനീയം വർജിക്കുന്നതിലുപരിയായിട്ട് അല്പം ദൈവരാജ്യത്തോട് ചേർന്ന് നിൽക്കാൻ നമ്മുടെ സ്വഭാവത്തെ നമുക്ക് അല്പം കൂടെ നൈർമല്യമുള്ളതാക്കി വലതുവശത്തേക്ക് മാറ്റി നിർത്താൻ അങ്ങനെ ദൈവരാജ്യത്തിന് പ്രിയപ്പെട്ടവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.